പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആന്ധ്രാപ്രദേശിൽ ദാടേപള്ളിക്കുടം, ദോബ്ചല്ല, എലമൻചിലി, രാജമുണ്ടി എന്ന ഭാഗങ്ങളിൽ ചില നാളുകൾ ട്രാക്ട് കൊടുക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അവിടെ വളരെ ഭാരത്തോടെ ചില നാളുകളായിരുന്നു. ഭക്ഷണം, അതിന്റെ ബുദ്ധിമുട്ടുകൾ, പട്ടിണിക്ക് ദൈവം കിടത്തിയിട്ടില്ല. ഭക്ഷണം, മറ്റുള്ളതായ സാഹചര്യങ്ങൾ വളരെ അവിടെ കുറവായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടെ ചില ഭാഗങ്ങളിൽ, ചില ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ദൈവിക വചനങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ബസ് സ്റ്റാൻഡുകൾ, ചില തെരുവുകൾ, അങ്ങനെ പല അത്ഭുതങ്ങളും ദൈവം അവിടെ ചെയ്യുവാനിടയായി. അത് വായിച്ച് എത്ര പേർ രക്ഷിക്കപ്പെട്ടെന്നോ എത്ര പേർ ദൈവത്തെ സ്വീകരിച്ചെന്നോ എനിക്കറിയില്ല. എങ്കിലും ആ വചനങ്ങളിൽ കൂടെ ചിലരെങ്കിലും മാനസാന്തരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലരുടെ രക്ഷയ്ക്കും വിടുതലിനും വേണ്ടിയാണല്ലോ നാം ഈ സുവിശേഷ പ്രതി അവർക്ക് നൽകുന്നത്. വളരെ കഷ്ടപ്പെട്ട ഇടത്തിലും ദൈവം കരുതുവാൻ ശക്തനെന്ന് പറയുന്ന ഒരു വിഷയം അവിടെ ഉണ്ടായി. രാജമുണ്ട്രിയിലേക്ക് ട്രാക്ട് കൊടുക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ വളരെ നല്ലൊരു ആഹാരം കഴിച്ചിട്ട് ചില ദിവസങ്ങളായി ചോറ്, തൈര്, ഇങ്ങനെയുള്ള ചെറിയ രീതിക്കുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കാനിടയായി. എന്നാൽ ട്രാക്ട് കൊടുത്ത് ഞങ്ങള് ചില സ്ഥലങ്ങളിൽ, എൻ്റെ ഒരു പ്രിയ സ്നേഹിതനും കൂടെ ഉണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു മലയാളിയെ പരിചയപ്പെടുവാനിടയായി. ഒരു സ്കൂളിലെ അധ്യാപകനാണ്. ആ അധ്യാപകന് ഒരു ദിവസം 1000 രൂപ ഭക്ഷണത്തിന് വേണ്ടി ആ സ്കൂൾ നൽകുന്നുണ്ട്. റൂം പ്രത്യേകിച്ചുണ്ട്. എന്നാൽ ട്രാക്ട് കൊടുത്ത് വളരെ വലഞ്ഞ് ആ ബിഷപ്പിന്റെ അനുഭവത്തിലേക്ക് എത്തിയ ഞങ്ങൾക്ക് വേണ്ടി ദൈവം അവിടെ കരുതുവാൻ ഇടയായി. വളരെ സമ്പുഷ്ടമായ ഒരു ഭക്ഷണം, ഒരു AC ഹോട്ടലിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി. ഏത് വിധത്തിലുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ രീതിക്കുമുള്ള നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും അവിടെ ഒരുക്കപ്പെടുവാനിടയായി. അത് കണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിന്റെ നാമത്തിനു വേണ്ടി സുവിശേഷം അറിയിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ വചനം ഒരു ട്രാക്റ്റാകട്ടെ, ഒരു വാക്കാകട്ടെ, അതേത് സ്ഥലത്തിലും എവിടെയും പ്രസ്താവിക്കുവാൻ, നൽകുവാൻ നാം മനസ്സ് വെച്ചാൽ ശ്രേഷ്ഠമായി പോറ്റുന്ന ഒരു ദൈവത്തെ, കരുതുന്ന ഒരു ദൈവത്തെ അവിടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഏത് പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെ നടുവിൽ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുകൊണ്ട് ഞാൻ ഈ ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞത്, സുവിശേഷ വേല ചെയ്യുന്ന വളരെ കഷ്ടതയോടെ, വളരെ ഭാരത്തോടെ, ആമേൻ, അവർക്കുള്ളത് കൊണ്ട് ഉണ്മാനോ ഉടുക്കാനോ മറ്റുള്ള യാതൊരുവിധ സാഹചര്യങ്ങളുമില്ലാത്തവരും ഉണ്ട്. എന്നാൽ അവരെ കരുതുവാൻ ദൈവം സർവശക്തൻ തന്നെയാണ്. ദൈവനാമത്തിനു വേണ്ടി നിങ്ങൾ കടന്നുപോയാൽ നിങ്ങളുടെ ഇല്ലായ്മയുടെ നടുവിൽ നിങ്ങളെ പോറ്റുവാൻ
നിങ്ങളെ ശ്രേഷ്ഠമായി നടത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് പകൽക്കാലം നാം പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് അതിശക്തമായി ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സഹോദരൻ